നമുക്ക് ബ്ലാക്ക് ഹോളിനെയും ന്യൂട്രോൺ സ്റ്റാറിനെയും വൈറ്റ് ഡ്വാർഫിനെയും എല്ലാം ഈ സ്പൂണിൽ കോരിക്കഴിഞ്ഞാൽ എത്രമാത്രം ഭാരം അതിനുണ്ടാകും എന്ന് നോക്കാം. ഈ ടീസ്പൂണിൻ്റെ അളവ് എന്ന് പറയുന്നത് 5 ml ആണ്. അതായത് 5 ml 5 ഗ്രാം വെള്ളം ഇതിൽ കോരാം. അതേസമയം നമ്മൾ മണ്ണ് ഈ സ്പൂൺ കൊണ്ട് കോരുകയാണെങ്കിൽ അതിൽ ഏകദേശം അതിൻ്റെ ഇരട്ടി ഭാരം, അതായത് ഏകദേശം 8 ഗ്രാം 9 ഗ്രാം ഭാരം ഉണ്ടാവും. ഇതേ സമയം നമ്മൾ ഇരുമ്പാണ് ഇതിൽ കോരുന്നതെങ്കിൽ ഏകദേശം 39 ഗ്രാം ഇരുമ്പുണ്ടാവും. ഇനി നമ്മൾ ഭൂമിയുടെ മൊത്തം, അതായത് മണ്ണ്, കല്ല്, ഇരുമ്പ്, അതിനകത്തുള്ള ഗോൾഡ് ഇതെല്ലാം ചേർത്തിട്ട് ആവറേജ് ഭാരം അല്ലെങ്കിൽ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 5.5 ആണ്. അതായത് വെള്ളത്തിൻ്റെ 5.5 മടങ്ങ്. ഈ ടീസ്പൂൺ ഉപയോഗിച്ച് ഭൂമിയുടെ ആവറേജ് ഭൂമി കോരുകയാണെങ്കിൽ അതിൻ്റെ ഭാരം ഏകദേശം 27 ഗ്രാം ആയിരിക്കും. ഇതേ സമയം നമ്മൾ ഈ ടീസ്പൂൺ ഉപയോഗിച്ച് സൂര്യനെ കോരിയെടുത്താലും സൂര്യൻ്റെ പുറമേ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് ഭാരം ഉണ്ടാവില്ല. പക്ഷേ അകക്കാമ്പിലെല്ലാം കംപ്രസ് ചെയ്തിട്ട് വളരെ ഭാരം കൂടിയായിരിക്കും ഇരിക്കുന്നത്. ഈ ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ കൊണ്ടുണ്ടാക്കിയ സൂര്യൻ പോലും അതിൻ്റെ അകക്കാമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഹൈഡ്രജൻ കോരിയെടുക്കുന്നതെങ്കിൽ അതിന് ഏകദേശം 750 ഗ്രാം ഭാരമുണ്ടായിരിക്കും. നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഇരുമ്പിൻ്റെ 10 മടങ്ങ് കംപ്രസ് ചെയ്തിട്ടാണ് സൂര്യൻ്റെ അകക്കാമ്പിൽ ഹൈഡ്രജൻ എല്ലാം ഉള്ളത്. സൂര്യനേക്കാൾ ഏകദേശം 1.5 മടങ്ങിൽ താഴെ മാത്രം ഭാരമുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ അവസാന നാളുകൾ റെഡ് ജയൻ്റ് ആയിട്ട് വികസിക്കും. അതിനുശേഷം അത് കൊളാപ്സ് ചെയ്തിട്ട് വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. ഈ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമാവുമ്പോൾ അതിന് നമ്മുടെ ചന്ദ്രൻ്റെ ഏകദേശം അത്ര വലിപ്പമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനാലാണ് ഒരു ടീസ്പൂൺ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രത്തിന് ഏകദേശം 15 ടൺ ഭാരമൊക്കെ വരുന്നത്. ഏകദേശം 2.5-3 ആനകളുടെ ഭാരം. ഇനി സൂര്യനേക്കാൾ 1.5 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അവസാന സ്റ്റേജിൽ റെഡ് ജയൻ്റ് ആയിട്ട് വികസിക്കുകയും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ അകക്കാമ്പ് ചുരുങ്ങി ന്യൂട്രോൺ സ്റ്റാറായിട്ട് മാറും. ഈ ന്യൂട്രോൺ സ്റ്റാറുകൾക്ക് സാധാരണ ഒരു വലിയ സിറ്റിയുടെ, ഏകദേശം ബാംഗ്ലൂർ സിറ്റിയുടെയോ മദ്രാസ് സിറ്റിയുടെയൊക്കെ അത്ര വലിപ്പം, 25-30 കിലോമീറ്റർ വലിപ്പമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ അകത്ത് നിന്ന് ഒരു ടീസ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ നമ്മൾ കോരിയെടുത്താൽ അതിന് ഏകദേശം 400 കോടി ടൺ ഭാരമുണ്ടാവും. 600 വലിയ പിരമിഡിൻ്റെ, ഗീസ പിരമിഡിൻ്റെ ഭാരമുണ്ടാവും. ഇനി സൂര്യനേക്കാൾ 5 അതിനധികമോ ഭാരമുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ അവസാന നാളുകളിൽ റെഡ് ജയൻ്റ് ആയിട്ട് വികസിക്കുകയും എക്സ്പ്ലോഡ് ചെയ്യുകയും അതിൻ്റെ അകക്കാമ്പ് ബ്ലാക്ക് ഹോളായിട്ട് മാറുകയും ചെയ്യും. ഈ ബ്ലാക്ക് ഹോളായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒരു ടീസ്പൂൺ കോരിയെടുത്താൽ അതിന് ഏകദേശം 2 ഭൂമിയുടെ ഭാരമുണ്ടാവും. അതായത് നമ്മുടെ ഭൂമി ഏകദേശം 12,700 കിലോമീറ്റർ ഡയമീറ്ററുള്ള ഭൂമിയെ കംപ്രസ് ചെയ്തിട്ട് ഇത്ര വലിപ്പമാക്കി കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറും. ഭൂമി ബ്ലാക്ക് ഹോളായി കഴിഞ്ഞാൽ ഈ ടീസ്പൂണിൽ ഇത്രയേ ഉണ്ടാവുകയുള്ളൂ. ഏകദേശം 2 ഭൂമിയുടെ ഭാരം ഉണ്ടാവും ഒരു ടീസ്പൂൺ ബ്ലാക്ക് ഹോളിന്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.